ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനും ഡയറ്റീഷ്യനും ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതായത് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഫാർമസിസ്റ്റിനും അതുപോലെ തന്നെ സോഷ്യൽ വർക്കറിനും ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതായത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ എഴുതുമ്പോൾ പെട്ടെന്ന് തന്നെ റെലവെന്റ് ഡാറ്റാസും ഇറെലവെന്റ് ഡാറ്റാസും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്കിന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഫാർമസിസ്റ്റിന് ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫാർമസിസ്റ്റ് ആണ് നമ്മുടെ റിസീവർ എങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ഫാർമസിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എങ്കിലാണ് നമുക്ക് ആ ആംഗിൾ ഓഫ് വ്യൂ, ആ പോയിന്റിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മാത്രമേ നമ്മൾക്ക് എല്ലാ ക്ലിയർ ആയിട്ട് നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഈസി ആക്കാൻ വേണ്ടി മാത്രം ഈ ഫാക്ടേഴ്സ് യൂസ് ചെയ്യണം കേട്ടോ. നമുക്ക് എല്ലാ ലെറ്ററിലും ഇപ്പോൾ ഞാൻ പറയുന്ന ഫാക്ടേഴ്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഒരുപക്ഷെ നിങ്ങളുടെ OETയുടെ ലെറ്റർ ടാസ്കിൽ ഈ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, അത് മാത്രമേ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് പ്രീ ഡിറ്റർമൈൻ ചെയ്യാനോ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം? ഓഫ് കോഴ്സ് ആ പേഷ്യൻ്റെ കറണ്ട് കണ്ടീഷനെ കുറിച്ച് നല്ലൊരു ഐഡിയ, അതായത് പ്രസന്റ് ഹിസ്റ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക തന്നെയായിരിക്കും നല്ലത്. പ്രസന്റ് ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് പേഷ്യൻ്റെ കണ്ടീഷൻസ് എന്നുള്ള കാര്യം എന്തായാലും എഴുതണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും റെഗുലർ മെഡിസിൻസ്, പേഷ്യന്റിന് പോകുന്ന റെഗുലർ മെഡിസിൻസിനെ കുറിച്ച്. അതായത് ഇപ്പോൾ ചിലപ്പം ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പേഷ്യന്റിന് ഇപ്പം റെഗുലർ ആയിട്ടുള്ള ചില മെഡിസിൻസ് ഉണ്ടാവാം അല്ലേ. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ, DM അല്ലെങ്കിൽ ഡയബറ്റീസ്, അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവരൊക്കെ റെഗുലർ ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ആ ലെറ്ററിൽ നമ്മൾ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ റെഗുലർ മെഡിസിൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കറന്റ് മെഡിസിൻസ്. കറന്റ് മെഡിസിൻസ് എന്തൊക്കെയാണ് പോകുന്നത്, മെഡിസിൻസ് ഡോസ്, ഫ്രീക്വൻസി, അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഡോസേജ് റീഅഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ, ഇപ്പം ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ റിമാർക്ക് അനുസരിച്ച് ഏതെങ്കിലും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ റീസ്റ്റാർട്ട് ചെയ്യണമോ. ഓൾറെഡി നമ്മൾ റീകമൻസ് ചെയ്യും. ചില പോസ്റ്റ് പീരീഡിൽ നമുക്കിപ്പോൾ വാർഫാറിനോ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രയിലോ അങ്ങനത്തെ ബ്ലഡ് തിന്നിങ് എന്തെങ്കിലും ഡ്രഗ്സ് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവിൽ റീസ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ റീകമൻസ് ചെയ്യും എന്ന് പറയും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നല്ല എന്താ പറയാ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം ഫാർമസിസ്റ്റിന്. അതുപോലെ തന്നെ ഡോസേജ് അഡ്ജസ്റ്റ്മെന്റ് കാര്യം പറയുന്നതിന് കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഫ്രീക്വൻസി ചേഞ്ചസ് ഉണ്ടെങ്കിലും അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. അപ്പൊ കറന്റ് മെഡിക്കേഷൻ ഹിസ്റ്ററി പറയണം, റെഗുലർ മെഡിസിന്റെ കാര്യങ്ങൾ പറയണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഡ്രഗിന് എന്തെങ്കിലും അലർജി ഉണ്ടോ, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ തന്നെ നോക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ പെൻസിലിന് അലർജിക് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിന് അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള ഹിസ്റ്ററീസ് ഉണ്ടോ. ഓക്കെ, അപ്പം ആ കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അലർജി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അഡ്വേഴ്സ് റിയാക്ഷൻസ്. അഡ്വേഴ്സ് റിയാക്ഷൻസിൽ നമുക്ക് ഫുഡ് ഇൻട്രാക്ഷനും കൂടി വരും. ഇപ്പം ഏതെങ്കിലും ഇപ്പം മിൽക്കിനോടൊപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡിന്റെ ഒപ്പം ഏതെങ്കിലും മെഡിസിൻ കഴിച്ചപ്പം പേഷ്യന്റ് എന്തെങ്കിലും ഇച്ചിനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ അങ്ങനത്തെ ഹിസ്റ്ററീസ് എന്തെങ്കിലും നമ്മുടെ ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളത് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഈ ഡ്രഗ് അതിന്റെ യൂസേജ്, അതായത് ചില ടാബ്ലറ്റ്സ് ക്രഷ് ചെയ്ത് കഴിക്കണം, അല്ലെങ്കിൽ ചില ക്യാപ്സ്യൂൾസ് ഒന്നും നമുക്ക് അങ്ങനെ ക്രഷ് ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ക്രഷ് ചെയ്ത് കഴിക്കാൻ പാടില്ല. അങ്ങനത്തെ ചില ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് ഡ്രഗ് യൂസേജ്, അത് ഏത് രൂപത്തിലാണ്, പൊടിച്ച് കഴിക്കണോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടാണോ അല്ലയോ. അപ്പൊ ക്യാപ്സ്യൂൾ ആണെങ്കിൽ അതിന്റെ ഗ്രാനുൾസ് ഒക്കെ ഉണ്ടായിരിക്കും, അപ്പൊ അത് ഡൈലൂഷൻ വരത്തില്ല. എൻഡർ കോട്ടഡ് ആണെങ്കിൽ അങ്ങനെ കഴിക്കണം. അപ്പൊ ആ ഒരു ഐഡിയ ഹെൽത്ത് എഡ്യൂക്കേഷൻ അത് പേഷ്യന്റ് അറിവില്ല എങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഡൈലൂഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ലെറ്റർ സാധാരണ വന്നിട്ടുണ്ട് കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അന്ന പാറോ എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റെ പേര് വരുന്നത് മിസ്സിസ് അന്ന പാറോ, ഫാർമസിസ്റ്റിന് എഴുതുന്ന ലെറ്റർ ആണ്. അപ്പൊ അതിനകത്ത് എന്താ വരുന്നത്, ഒരു വെൻഡോളിൻ പഫിന്റെ യൂസേജ്, അതിനെ കുറിച്ച് പേഷ്യന്റിനെ അവെയർ അല്ല, അല്ലെങ്കിൽ പേഷ്യന്റ് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എററാണ്, തെറ്റായ ഒരു മാർഗമാണ് പേഷ്യന്റ് യൂസ് ചെയ്യുന്നത്. അതായത് സ്പേസർ യൂസ് ചെയ്ത് വെൻഡോളിൻ പഫ് എടുക്കാൻ പേഷ്യന്റിനെ അറിയത്തില്ല.
അപ്പൊ അങ്ങനത്തെ ചില കണ്ടീഷൻസ് നമുക്ക് വരാം. അപ്പൊ അതിനെക്കുറിച്ച് ആ ഇംപ്രോപ്പർ ടെക്നിക്ക് മാറ്റി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രോപ്പർ ടെക്നിക്ക് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമ്മുടെ ഫാർമസിസ്റ്റിനാണ് പറ്റുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ പേഷ്യന്റ് അവെയർ അല്ല എന്നുള്ള ആ ഒരു ഫാക്ടർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ ഫാർമസിസ്റ്റിന് എഴുതിയിരിക്കണം. അപ്പോൾ ഒരു ഫാർമസിസ്റ്റിനെ എഴുതുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് നോക്കണ്ടെന്ന് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് കരുതുന്നു. കറണ്ട് കണ്ടീഷനെ കുറിച്ച് എഴുതണം, കറണ്ട് മെഡിസിൻസ്, റെഗുലർ മെഡിക്കേഷൻസ്, എന്തെങ്കിലും ഡോസേജ് റീഅഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഡോസേജ് ആൻഡ് ഫ്രീക്വൻസിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കണം. ഡ്രഗ് ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഡ്രഗ് അലർജി, അഡ്വേഴ്സ് റിയാക്ഷൻസ്, അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫാർമസിസ്റ്റിന് പകരം ഇപ്പോൾ ഒരു സോഷ്യൽ വർക്കർക്കാണ് നമ്മൾ OET ലെറ്റർ എഴുതുന്നതെന്ന് കരുതുക. അപ്പൊ നമ്മൾ ആദ്യം സോഷ്യൽ വർക്കറായിട്ട്, ആ റിസീവർ സോഷ്യൽ വർക്കറാണ്, അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ സോഷ്യൽ വർക്കറായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ ചിന്തിക്കേണ്ട കാര്യം, ഒരു സോഷ്യൽ വർക്കറിന് നമ്മൾ എപ്പോഴാണ് ലെറ്റർ എഴുതുന്നത്? എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ, അത് നമ്മുടെ പേഷ്യന്റിന് എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അത് റിസോൾവ് ചെയ്യാനുള്ള അസിസ്റ്റൻസ്, സപ്പോർട്ട്, ഹെൽപ്പ്, ആ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ആ സോഷ്യൽ വർക്കർ ആക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുക, സെസഷൻ പ്രോഗ്രാംസിന് ഇൻവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് അങ്ങനെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ ഒരു സോഷ്യൽ വർക്കറിനെ ലെറ്റർ എഴുതുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത്, ആദ്യം നമ്മൾ പ്രസന്റ് ഹിസ്റ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സോഷ്യൽ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു സോഷ്യൽ വർക്കർ ആകുമ്പോൾ സോഷ്യൽ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സാധാരണ നമ്മൾ എഴുതുന്ന സോഷ്യൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? പേഷ്യന്റിന്റെ ജോബ് എഴുതാം. ഓക്കെ, പേഷ്യന്റ് ജോബ് എഴുതാം. ഫാമിലി റിലേഷൻസ് അത് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. ഫാമിലി റിലേഷൻസ്, അതുപോലെ തന്നെ ഇപ്പൊ ജോബ് ഇല്ല, പെൻഷൻ റിസീവ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഫാക്ടർ നമുക്ക് ഓൾറെഡി ലെറ്ററിൽ ഉണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ ലോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലോ എക്കണോമി, അതായത് അല്ലെങ്കിൽ ജോബ്ലെസ് ആണ്, അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ എന്നുള്ള കാര്യം അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ അപ്പോഴാണ് അവർക്ക് അതിനുള്ള സപ്പോർട്ട് അതിനനുസരിച്ച് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് കെയർ എബിലിറ്റി. ആ പേഷ്യന്റിനെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു സെൽഫായിട്ടുള്ള ഒരു കഴിവുണ്ടോ, തനിയെ ചെയ്യാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിപെൻഡന്റ് ആണോ, ഏതെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുള്ളതാണോ, ആ കാര്യം സെൽഫ് കെയർ എബിലിറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അതായത് ലോ എക്കോണമി ആണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ല, ഫാമിലി റിലേഷൻസ് നല്ലതല്ല, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരും ഇല്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. പെൻഷൻ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ പെൻഷൻ റിസീവ് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങൾ. അല്ലെങ്കിൽ ജോബ്ലെസ് ആണ്, ഇപ്പം ജോബൊന്നും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ റിലേഷൻസ് കറക്റ്റ് ആയിട്ട് എഴുതണം. ആരൊക്കെയാണ് കൂടെ താമസിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ റിലേറ്റീവ്സിന്റെ കാര്യങ്ങളും എല്ലാം എഴുതണം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ പറഞ്ഞ സെൽഫ് കെയർ എബിലിറ്റി, പേഷ്യന്റ് അസിസ്റ്റൻസ്, പേഴ്സണൽ ഹൈജീനുള്ള അസിസ്റ്റൻസ് ഒക്കെ വേണം. അങ്ങനത്തെ ആ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ സോഷ്യൽ വർക്കറിനെ മെയിൻ ആയിട്ട് ആഡ് ചെയ്യേണ്ട ഫാക്ടേഴ്സ്. അപ്പൊ സോഷ്യൽ ഹിസ്റ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ഈ എല്ലാ ഫാക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ എന്താണോ നമ്മുടെ ലെറ്ററിന് സ്പെസിഫൈ ചെയ്തിട്ട് എന്താണോ റിക്വസ്റ്റ് എന്നുള്ളത് നമ്മളുടെ ഡിസ്ചാർജ് പേരിൽ സ്പെസിഫൈ ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ പേരിൽ സ്പെസിഫൈ ചെയ്ത് എഴുതുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ വർക്കറിനുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആയി. അപ്പൊ ഇതൊന്നും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ എല്ലാ ലെറ്ററിലും ഇതെല്ലാം തന്നൊന്നും വരില്ല. അപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വിട്ടുപോയതെന്ന് വെച്ചാൽ സോഷ്യൽ ഹിസ്റ്ററിയിലെ പേഷ്യന്റ് എന്തെങ്കിലും പേഴ്സണൽ ഹാബിറ്റ്സ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ആൽക്കഹോളിസം സാധാരണ വരുന്നത് ആൽക്കഹോളിസം, ഡ്രഗ് അഡിക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ സ്മോക്കിംഗ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പക്കയായിട്ട് എന്താണ് ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അത് എഴുതുകയും വേണം. ഇപ്പൊ അതിന് സെഷൻ പ്രോഗ്രാംസിന് നമുക്ക് പേഷ്യന്റ് ഇൻവോൾവ് ചെയ്യിക്കാനായിട്ടുള്ള അസിസ്റ്റൻസ്, അപ്പൊ അങ്ങനത്തെ റിക്വസ്റ്റുകളൊക്കെ നമുക്ക് വന്നേക്കാം. അപ്പൊ ആ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ വർക്കറിനുള്ള എല്ലാ ഫാക്ടേഴ്സും ഇൻക്ലൂഡ് ആയെന്നർത്ഥം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സോഷ്യൽ വർക്കറിനും അതുപോലെ തന്നെ ഫാർമസിസ്റ്റിനുമുള്ള ലെറ്ററിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക.
അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരും വീഡിയോകളിൽ നമുക്ക് അടുത്ത ഹെൽത്ത് പ്രൊഫഷണൽസിനെ എങ്ങനെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.